നമ്മുടെ ചാനലിൽ ചായയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കോഫി കാണിക്കാനായിട്ട്. അപ്പം കാപ്പി തന്നെ പലതരത്തിലുണ്ട്. നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി ഉണ്ട്, ഫിൽറ്റർ കോഫി ഉണ്ട്, പിന്നെ ഫ്രഞ്ച് പ്രസ് വെച്ചിട്ട് കോഫി ഉണ്ടാക്കും, കോഫി മേക്കറിലുണ്ടാക്കും, കപ്പുച്ചിനോ, എക്സ്പ്രസ്സോ, അങ്ങനെ പലതരത്തിലെ കോഫിയുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കാണാൻ പോകുന്നത് ഫിൽറ്റർ കോഫിയുടെ റെസിപ്പിയാണ്. ഞാൻ മഹിമാസിമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഫിൽറ്റർ കോഫി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നല്ല കാപ്പിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ചിക്കരിയും കൂടെ ചേർന്ന കോഫി പൗഡറാണ്. ഇപ്പോൾ 80/20 ആണ്, അതായത് 80% കോഫിയും 20% ചിക്കരിയും കൂടെ ചേർന്ന പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കടകളിൽ നിങ്ങൾ പാക്കറ്റിൽ വാങ്ങിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കുക. ചില കോഫി പൗഡർ എന്ന് പറഞ്ഞാൽ 60-40 ആയിരിക്കും, അതായത് 60% കോഫിയും 40% ചിക്കരി ചേർന്ന കോഫിപ്പൊടി കിട്ടാറുണ്ട്, 30% ചിക്കരി ചേർന്ന് കിട്ടാറ്, അങ്ങനെ പല റേഷ്യോയിലുണ്ട്. 10% ചേർന്നുണ്ട്, ഫുൾ കോഫി ആയിട്ടുള്ളതുണ്ട്, അങ്ങനെ പലതരത്തിൽ കിട്ടും. എപ്പോഴും ഫിൽറ്റർ കോഫിക്ക് നമുക്ക് വേണ്ട ഇച്ചിരി ചിക്കരി ചേർന്ന കാപ്പിപ്പൊടിയാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 80-20 റേഷ്യോയിലുള്ള കോഫി പൗഡർ. ഏത് ബ്രാൻഡും ഉപയോഗിക്കാം. എപ്പോഴും ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇഷ്ടത്തിനുള്ള ടേസ്റ്റ് കിട്ടുമ്പോൾ അത് ഉപയോഗിക്കാം. അപ്പോൾ നല്ല കാപ്പിപ്പൊടി വേണം. പിന്നെ അതേപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള പാല്, ഫുൾ ക്രീം മിൽക്കും വേണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് വേണ്ടത് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. 1 കപ്പ് വെള്ളം. അപ്പോൾ ഞാൻ ഈ ഒരു അളവിലാണ് ഇന്ന് കാപ്പി ഉണ്ടാക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ 150 ml ഗ്ലാസ് ആണ്. വെള്ളം ഒന്ന് ബോയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫിൽറ്റർ കോഫി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതേപോലെ ഫിൽറ്റർ വേണം. സ്റ്റീലിൻ്റെയോ ബ്രാസിൻ്റെയോ ഏതും ഉപയോഗിക്കാം. അപ്പോൾ അതിനകത്ത് ഒരു 2-4 പാർട്ടായിട്ടാണ് നമുക്ക് ഈ ഫിൽറ്റർ കിട്ടുക. ഇവിടെ നമ്മൾ ഡിക്കോഷൻ കളക്ട് ചെയ്ത് വരാനായിട്ട്, ഡിക്കോഷൻ എന്ന് പറയുമ്പോൾ നല്ല കുറുകിയ നല്ല തിക്കായിട്ടുള്ള കോഫി, ഇവിടെ നമ്മൾ പൊടിയിട്ട് കൊടുക്കും. പൊടിയിട്ട ശേഷം നമ്മളിതിൻ്റെ പുറത്തേക്ക് വെച്ച് ഈ പ്ലഞ്ചർ വെച്ച് നടച്ചു വെക്കും. എന്നിട്ട് വെള്ളം ഒഴിക്കും. അങ്ങനെയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് കോഫി പൗഡർ ഇട്ട് വെക്കാം. അപ്പോൾ എപ്പോഴും അവരവരുടെ കടുപ്പത്തിനനുസരിച്ച്, ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കടുപ്പം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ പ്രിഫർ ചെയ്യുന്ന കാപ്പിക്ക് എപ്പോഴും നല്ല കടുപ്പവും ഇച്ചിരി മധുരമൊക്കെ ഉള്ളൊരു കോഫിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് 5 ടേബിൾ സ്പൂൺ കോഫി പൗഡർ. ഇത് 80/20 കോഫിയാണ്, അത് 5 ടേബിൾ സ്പൂൺ. പ്ലഞ്ചർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി നെക്കി പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഈവൻ ആക്കി കൊടുക്കുക. ഈ ചിക്കരി എന്ന് പറയുന്നത് വേറെ ഇങ്ങനെ കെമിക്കലോ അങ്ങനെയൊന്നും അല്ല. ചിക്കരി എന്ന് പറയുന്ന ഒരു ചെടിയുടെ റൂട്ടാണ്. അപ്പം അത് ചിക്കരി ചേർക്കുന്നതുകൊണ്ട് നമുക്ക് കടുപ്പം നന്നായിട്ട് കിട്ടും, നല്ല നിറം കിട്ടും. പ്യുവർ കോഫി എന്ന് പറയുമ്പോൾ വലിയ നിറം ഉണ്ടാകത്തില്ല, ഫ്ലേവർ നന്നായിട്ടുണ്ട്, പക്ഷേ നിറം കുറവായിരിക്കും. അപ്പോൾ ചിക്കരിയും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല നിറവും കൂടെ കിട്ടും. അത് ഒട്ടും ഹാംഫുൾ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരുപാട് ഉപയോഗിക്കാതിരുന്നാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ 80-20 റേഷ്യോയിലുള്ള ചിക്കരി ഉപയോഗിക്കുന്നത്. ഇവിടെ വെള്ളം ബോയിലായി, ഓഫ് ചെയ്യാം. ഞാൻ തിളച്ച വെള്ളത്തോടെ ഇടത്തില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് പോയ ശേഷം ഇടാം. ഒത്തിരി ചൂട് പോകണ്ട. നമുക്ക് ശരിക്കും വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുന്ന ടെമ്പറേച്ചർ നോക്കി 90-100 ഡിഗ്രിയിലാണ് നമ്മൾ ഒഴിക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്ത ശേഷം ഒഴിക്കാം. ഇതിനെ അടച്ചു വെക്കുക. എപ്പോഴും രാവിലത്തേക്കൊരു കോഫി വേണമെങ്കിൽ എപ്പോഴും തലേദിവസം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ഡിക്കോഷൻ കിട്ടും. എപ്പോഴും നല്ല തിക്ക് ഡിക്കോഷനാണ് നല്ലൊരു ഫിൽറ്റർ കോഫിയുടെ നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യം. ഇത് നന്നായിട്ട് ഫുൾ വരുന്ന വരെ, താഴേക്ക് ഫുള്ള് സെറ്റിലാകുന്ന വരെ, ഡിക്കോഷൻ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് 20 മിനിറ്റൊക്കെ എടുക്കും. അത് ഓരോ ഫിൽറ്ററിനെയും ഡിപ്പെൻഡ് ചെയ്യും. ചില ഫിൽറ്ററിലൊക്കെ കൂടുതൽ സമയം എടുക്കും, ചിലത് പെട്ടെന്ന് വരും. എപ്പോഴും നല്ലത് ഓവർനൈറ്റ് വെക്കുന്നതാണ് നല്ലത്. ഇത് നമുക്ക് പാല് കാച്ചിയെടുക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ഫുൾ ക്രീം മിൽക്കാണ്, നല്ല തിക്കായിട്ടുള്ള പാലാണ് എടുത്തേക്കുന്നത്. എപ്പോഴും കാപ്പിക്കും ചായക്കും ഫുൾ ക്രീം മിൽക്ക് ഉപയോഗിക്കുക. നമ്മൾ അപ്പം കാച്ചിയിട്ട് ഉണ്ടാക്കുന്ന കാപ്പിയാണ് എപ്പോഴും ടേസ്റ്റി. നമ്മൾ ഓൾറെഡി രാവിലെ കാച്ചിയിട്ട് വൈകുന്നേരം കാപ്പി ഉണ്ടാക്കുമ്പോഴത്തേക്കും ടേസ്റ്റ് വ്യത്യാസമാണ്. എപ്പോഴും ഫ്രഷായിട്ട് കാച്ചിയെടുക്കുക. അപ്പം പാലും നന്നായിട്ട് തിളച്ചു തുടങ്ങി. പാല് നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് ഇതൊന്ന് ഒരു 2 പാത്രത്തിലിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ച ശേഷം വേണം നമ്മൾ കോഫിയിലേക്ക് ഒഴിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ കുടിക്കുമ്പോൾ ഒക്കെ പാടയൊക്കെ ഫോം ചെയ്യും.
ഓക്കെ, കാപ്പീനെ അസംബിൾ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഈ ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിന് ഷുഗർ ചേർക്കാം. ഓരോ ഡിഷ് അനുസരിച്ച് 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ ഒക്കെ ഷുഗർ ചേർക്കാം. ഇനി ഇതിലേക്ക് നല്ല തിക്കായിട്ടുള്ള കോഫി. കോഫി ചേർക്കുമ്പോൾ എപ്പോഴും കോഫിയുടെയും പാലിൻ്റെയും റേഷ്യോ നമ്മൾ കോഫി ഒരു 1/4 ഭാഗവും അതിൻ്റെ 3 ഇരട്ടി നമ്മൾ പാലും ചേർത്താണ് സെർവ് ചെയ്യുക. ഈ ഫിൽറ്റർ കോഫി ചെയ്യുമ്പോൾ ഇത്രയും കോഫി എടുത്തിട്ടുള്ളൂ, നല്ല തിക്കാണ്, അതുകൊണ്ട് തന്നെ അത്രയും മതിയാവും. ഇനി പാല് പതപ്പിച്ചും കഴിക്കാം. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് സെർവ് ചെയ്യുക. അപ്പോൾ ഷുഗർ അടിയിൽ കിടക്കുന്നുണ്ട്, അത് മിക്സ് ചെയ്യാനായിട്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആറ്റിച്ചെടുക്കാം. മിക്സ് ആവും, മാത്രമല്ല ആ ചൂട് നമുക്ക് പാകത്തിനാവും. ഫിൽറ്റർ കോഫി നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കഴിക്കുമ്പോൾ ഫിൽറ്റർ കോഫിയുടെ ഒപ്പം അവർ ഇതിൻ്റെ പുറത്ത് കുറച്ച് പാലിൻ്റെ കുറച്ച് ഫ്രോത്ത് കുറച്ച് ഒഴിക്കും. അപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് ഒന്ന് ചെയ്യുവാണ്. കുറച്ച് പതയുടെ പുറത്തേക്കിടാം. ഈ രീതിയിൽ സെർവ് ചെയ്യാം. അപ്പം നല്ല സ്ട്രോങ് ഫിൽറ്റർ കോഫിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്തത്. നല്ല മണവുമാണ്. അപ്പോൾ എപ്പോഴും നല്ല പൊടികൾ നോക്കി ഉപയോഗിക്കുക. ഓരോ ബ്രാൻഡിനും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. നമ്മൾ ഇടുന്ന അളവ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഈ 5 ടേബിൾ സ്പൂണാണ് 150 ml വെള്ളത്തിന് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ട്രൈ ചെയ്യാം. ഈ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിരിക്കും. നമ്മൾ കോഫി കുടിച്ച് കഴിയുമ്പോൾ കോഫിയുടെ ഒരു ബിറ്റർ ഫ്ലേവർ, ചെറിയൊരു കയ്പ്പ് നമുക്ക് ഫീൽ ചെയ്യും. ആ രീതിയിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. ട്രൈ ഔട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈമാസ് കുക്കിംഗ് ക്ലാസ്.